വിവിധ ശാസ്ത്രശാഖകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഭൗതികശാസ്ത്രത്തിൻ്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിലെ പ്രയാണം ആധുനിക ലോകത്തിന് നൽകിയ സംഭാവനകൾ എണ്ണമറ്റതാണ്. വാസ്തവത്തിൽ ഇന്ന് നാം കാണുന്ന ഈ ഭൂമിയെ ഈ രൂപത്തിൽ ആക്കി തീർത്തിരിക്കുന്നത് ഭൗതികശാസ്ത്ര സംബന്ധമായ കണ്ടെത്തലുകളാണ്. ഭൗതികമായ വികസനം മാത്രമല്ല, ആഴമേറിയ തിരിച്ചറിവുകളും മനുഷ്യന് സമ്മാനിക്കുന്നത് ഭൗതികശാസ്ത്രമാണ്. ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ നിർവചിക്കുകയും ചിന്തിക്കുന്നവരെ കൂടുതൽ ബോധ്യങ്ങളിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ഭൗതികശാസ്ത്രം സങ്കീർണമായ വീഥികളിലൂടെ അതിൻ്റെ പ്രയാണം തുടരുകയാണ്. നിസ്സാരമെന്നും സങ്കീർണമെന്നും പ്രഥമദൃഷ്ട്യാ വിലയിരുത്തപ്പെടുന്ന വ്യത്യസ്തമായ എണ്ണമറ്റ പ്രവർത്തനങ്ങളും പ്രതിഭാസങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചം ചലനാത്മകമാണ്. സൂക്ഷ്മകണികകളുടെ തലം മുതൽ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ രൂപമായ ഗാലക്സികൾ വരെ നീണ്ടു നിൽക്കുന്ന പല രൂപഭാവങ്ങളിലുള്ള ചലനങ്ങൾ ശാസ്ത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരം ചില ചലനങ്ങളും പ്രതിഭാസങ്ങളുമാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനം. അതോടൊപ്പം ഈ പ്രപഞ്ചത്തിലെ ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിനും പിന്നിൽ അടിസ്ഥാനപരമായി ഊർജമാണ് എന്നുമുള്ള ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ പ്രപഞ്ചത്തിന് മറ്റൊരു വിശദീകരണം നൽകുന്നു. ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ, അതിൻ്റെ ഗതിമാറ്റങ്ങൾ തുടങ്ങിയ ആശയങ്ങൾ വിവിധ ഗവേഷണ മേഖലകളെയും ചിന്താധാരകളെയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഭൗതികശാസ്ത്രത്തെയും അതിഭൗതിക ശാസ്ത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൊതു സംജ്ഞയുണ്ട് എങ്കിൽ അതിനോട് ഏറ്റവും ചേർന്ന് വരുന്ന ആ സംജ്ഞ ഊർജം എന്നുള്ളത് ആണ് എന്നുള്ളത് ഇന്ന് വിഷയാന്തര ഗവേഷണ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാവരും തന്നെ സമ്മതിക്കുന്ന ഒരു തത്വമാണ് എന്ന് തോന്നുന്നു. ഭൗതികമായിട്ടുള്ളതെല്ലാം പദാർത്ഥം തന്നെ ഊർജമാണ് എന്നുള്ളതാണല്ലോ ശാസ്ത്രത്തിൻ്റെ നിഗമനം എന്ന് പറയുന്നത്. അതിഭൗതിക ശാസ്ത്രത്തിനും ദൈവശാസ്ത്രത്തിനുമൊക്കെ ഭൗതികതയുടെ മേഖലകളിലേക്ക് ഉള്ള പ്രവേശനം നൽകുന്നതും ഇതേ ധാരണ തന്നെയാണ്. അതായത് അതിഭൗതികമായതിനെ ഭൗതികമായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കണമെങ്കിൽ ഊർജം എന്ന സംജ്ഞയുടെ വിപുലങ്ങളായ വിവക്ഷകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത്. ശാസ്ത്രം എന്ന ലോകത്തിൻ്റെ ഉത്ഭവം തന്നെ വിഭാവനം ചെയ്യുന്നത് ഊർജ നിയമങ്ങളുടെ ബലത്തിലാണ്. അതുപോലെ തന്നെ ലോകം എങ്ങനെ അവസാനിക്കാൻ പോകുന്നുവെന്നുള്ളത് ശാസ്ത്രം വിഭാവനം ചെയ്യുന്നതും ഊർജത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഭൗതികശാസ്ത്രത്തിലെ വലിയ സമസ്യകളിലൊന്ന് തന്നെയാണ് ഇന്ന് ഊർജ ഗതി വ്യതിയാന വിജ്ഞാനം അല്ലെങ്കിൽ താപവ്യതിയാന നിയമങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്ന ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ വിവിധ പ്രവർത്തനങ്ങളെ അടുത്തറിയാൻ സഹായിക്കുന്ന സങ്കീർണമായ ഒരു ഭൗതിക ശാസ്ത്രശാഖയാണ് തെർമോഡൈനാമിക്സ് അഥവാ താപഗതികം എന്ന് അറിയപ്പെടുന്നത്. മറ്റ് ഊർജരൂപങ്ങളിലേക്കുള്ള താപത്തിൻ്റെ ഗതിമാറ്റവും ഊർജവുമായി ബന്ധപ്പെട്ട പദാർത്ഥത്തിൻ്റെ പ്രതികരണങ്ങളും തുടങ്ങി പ്രകൃതിയിലെ അടിസ്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് തെർമോഡൈനാമിക്സ് ചർച്ച ചെയ്യുന്നത്. ഊർജത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകതകൾ വിവരിക്കുന്ന 4 നിയമങ്ങൾ വഴിയായി തെർമോഡൈനാമിക്സ് പ്രപഞ്ചത്തിലെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും വിശദീകരിക്കുന്നു. തെർമോഡൈനാമിക്സിൻ്റെ ഭാഗമായ തിരിച്ചറിവുകൾ ആധുനിക ശാസ്ത്ര മുന്നേറ്റത്തിൻ്റെ
അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. ഇത് ഊർജം അല്ലെങ്കിൽ എനർജി, ടെമ്പറേച്ചർ, താപനില, അതുപോലെ തന്നെ പ്രവൃത്തി, വർക്ക്, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു ശാസ്ത്ര വിഷയമാണ്. പദാർത്ഥങ്ങളുടെയും ഗ്യാസ് ആയാലും ലിക്വിഡായാലും അല്ലെങ്കിൽ ഒരു സോളിഡ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് ആയാലും ഇതിനെല്ലാം ഇവിടെയെല്ലാം എനർജി എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല എൻജിനുകൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള എൻജിനുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കണം, അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം. ഇതെല്ലാം ഈ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് പല മേഖലകളിലും ഈ ശാസ്ത്രശാഖ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായും എഞ്ചിനീയറിംഗ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒരു റിയാക്ഷൻ നടക്കണമോ വേണ്ടയോ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഈ തെർമോഡൈനാമിക്സ് ഉപയോഗിക്കുന്നു. ഊഷ്മഗതി വിജ്ഞാനം അഥവാ തെർമോഡൈനാമിക്സ് എല്ലാ സയൻസിൻ്റെ ബ്രാഞ്ചുകളും അംഗീകരിക്കുന്ന ഒരു അടിസ്ഥാന തത്വമാണ്. അതിൽ പ്രധാനപ്പെട്ട 3 ശിലകളിന്മേലാണ് സയൻസ് പടുത്തുയർത്തിയിരിക്കുന്നത്. അത് ആ ശിലകളെന്ന് പറയുന്നത് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ ആണ്. ഈ അഖിലാണ്ടം മുഴുവനും എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു ശരിയായ ചിന്തയാണ്. ഈ ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇസ് എ beautiful law of physics that can help us a lot, not only in the level of physics but also in the law of the world. But there are still complexities remaining. Physics to some extent meets its own limit when it comes to the law of thermodynamics. തെർമോഡൈനാമിക്സ് സംബന്ധിച്ച ശാസ്ത്രീയ പഠനങ്ങൾക്ക് 17-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമാണുള്ളത്. നീരാവി യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നടത്തിയ ഗവേഷണങ്ങളിൽ നിന്ന് ലഭിച്ച തിരിച്ചറിവുകൾ ആദ്യഘട്ടത്തിൽ തെർമോഡൈനാമിക്സ് സംബന്ധിച്ച പുതിയ അറിവുകൾ ശാസ്ത്രലോകത്തിന് നൽകി. 4 നിയമങ്ങളാണ് തെർമോഡൈനാമിക്സിൽ ഉള്ളത്. ഒന്നാം താപഗതിക തത്വം അനുസരിച്ച് ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ നിയമം എൻട്രോപ്പി എന്ന ഊർജ കൈമാറ്റ മേഖലയിലെ ക്രമരാഹിത്യത്തെ വിശദീകരിക്കുന്നു. ഊർജം ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ എൻട്രോപ്പി വർദ്ധിക്കുന്നു എന്ന് രണ്ടാം താപഗതിക നിയമം സ്ഥാപിക്കുന്നു. മൂന്നാം നിയമത്തിൽ കേവല പൂജ്യം അഥവാ അബ്സല്യൂട്ട് സീറോ എന്ന താപനിലയും എൻട്രോപ്പിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. -273.16 ഡിഗ്രി സെൽഷ്യസ് എന്ന പ്രാപ്യമായേക്കാവുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയിൽ പദാർത്ഥം എത്തിച്ചേർന്നാൽ എൻട്രോപ്പിയും പൂജ്യമായിരിക്കുമെന്ന് ഈ നിയമം പറയുന്നു. എന്നാൽ ഈ താപനിലയിൽ എത്തിച്ചേരുക അസാധ്യമാണെന്നും തെർമോഡൈനാമിക്സ് വിശദീകരിക്കുന്നു. പൂജ്യ നിയമം അഥവാ സീറോ ലോ എന്നറിയപ്പെടുന്ന അവസാന നിയമം 3 വ്യൂഹങ്ങളിലെ താപനിലകൾ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നു. എ, ബി എന്നീ 2 വ്യൂഹങ്ങൾ സ്വതന്ത്രമായി സി എന്ന വ്യൂഹത്തോട് സന്തുലിതാവസ്ഥയിലായിരുന്നാൽ എയും ബിയും സന്തുലിതാവസ്ഥയിലായിരിക്കുമെന്ന് ഈ നിയമം സ്ഥാപിക്കുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എനർജി കൺസർവേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. വളരെ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റാണത്. അതായത് എനർജി ഒരു തരത്തിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് മാറാം. ഇപ്പോൾ മെക്കാനിക്കൽ എനർജി താപ എനർജിയായിട്ട് മാറാം. അതുപോലെ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയായിട്ട് മാറാം. ഇത്തരത്തിൽ എനർജി ഒരു രീതിയിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതല്ലാതെ പുതിയതായിട്ടൊരു എനർജി നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഉള്ള എനർജിയെ നമുക്ക് നശിപ്പിക്കാനും സാധിക്കുകയില്ല. ഇതാണ് ഫസ്റ്റ് ലോയുടെ അതിൻ്റെ തത്വം എന്ന് പറയുന്നത്. തെർമോഡൈനാമിക്സിലെ ഏറ്റവും പരിചിതമായ നിയമമാണ് ആദ്യത്തേത്. ഊർജത്തെ നിർമ്മിക്കുവാനും നശിപ്പിക്കാനും കഴിയില്ല എന്ന സാമാന്യ തത്വം
ലളിതമായി അവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുവാൻ മാത്രമേ കഴിയൂ. പ്രത്യക്ഷത്തിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന അടിസ്ഥാന തത്വം അല്പം സങ്കീർണമാണ്. ഊർജത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു സവിശേഷതയ്ക്കപ്പുറം എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന ചോദ്യം ഉത്തരമില്ലാത്തതായി അവശേഷിക്കുന്നു. അതോടൊപ്പം എന്താണ് ഊർജം എന്ന സത്താപരമായ ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല. Energy can never be created, it can only be converted. Energy can never be destroyed. So this is the how. എങ്ങനെയാണ് നമ്മളുടെ ജീവിതം, നമ്മളുടെ ലോകം മുൻപോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ തെർമോഡൈനാമിക്സ് തിയറി, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ തെർമോഡൈനാമിക്സ് തിയറി പറയുന്നത്. പക്ഷേ ഫിലോസഫിയിലേക്ക് വരുമ്പോൾ ഈ എങ്ങനെയിൽ നിന്ന് എന്തുകൊണ്ട്, വൈ എന്നുള്ള ഒരു ചോദ്യവും ആവശ്യമാണ്. ഓക്കെ, ഇറ്റ് ഇസ് ട്രൂ, എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ്. പക്ഷേ എന്തുകൊണ്ട് ഈ എനർജി, എന്തുകൊണ്ട് ഈ മാറ്റർ എനർജി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു? അതാണ് നമ്മുടെ ഫിലോസഫിക്കലി കോർ ക്വസ്റ്റ്യൻ. ഒരു വിശ്വാസിയെ സംരക്ഷിച്ചോളം അവൻ്റെ ഉത്തരമാണ് ദൈവമാണ് ഈ എനർജിയെ, ഈ മാറ്ററിനെ മുഴുവനും ക്രിയേറ്റ് ചെയ്തത് എന്ന്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ തന്നെയും ഈ ക്വസ്റ്റ്യൻ വളരെ റെലവൻ്റ് ആണ്. ദ ഹൗ ഓഫ് തെർമോഡൈനാമിക്സ്, യെസ്, ഫൈൻ, ദാറ്റ് ഈസ് ദ റെൽം ഓഫ് ഫിസിക്സ്. ബട്ട് why is there matter and why is there energy that can be changed? അത് റിലിജന് അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ മെറ്റഫിസിക്കൽ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി തെർമോഡൈനാമിക്സിലെ രണ്ടാം നിയമം അല്പം കൂടി സങ്കീർണമായ മറ്റൊരാശയം അവതരിപ്പിക്കുന്നു. ഈ നിയമം അവതരിപ്പിക്കുന്ന എൻട്രോപ്പി എന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു ഊർജ കൈമാറ്റ മേഖലയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻട്രോപ്പിയാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ അനുനിമിഷം ക്രമരാഹിത്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് രണ്ടാം താപഗതിക നിയമം പറയുന്നു. ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നെങ്കിൽ ഇപ്രകാരം സംഭവിച്ചേ മതിയാകും. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് മറ്റ് പല ഫിസിക്സ് തിയറത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ സംഗതി പറയുന്നതിന് പകരം അതിനൊരു റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുന്നതാണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഫിലോസഫിക്കലായിട്ടും അല്ലെങ്കിൽ പല ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കാര്യം, ഈ സെക്കൻഡ് ലോയ്ക്ക് ഇതിനൊരു ആരോ ഓഫ് ടൈം കൊടുക്കുന്ന ഒരു നിയമമാണ് ഈ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഡർ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കണ്ടൻസ്ഡായിട്ട് എനർജി ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ എനർജി ഡിസ്പേഴ്സ് ചെയ്ത് മറ്റ് സറൗണ്ടിങ്സിലേക്ക് പോകുന്ന ആ പ്രോസസ്സാണ് ഈ എൻട്രോപ്പി കൂടുക എന്ന് പറയുന്നത്. ആ എനർജി കൂടുതൽ വിസ്താരമായിട്ടുള്ള സ്ഥലത്തേക്ക് വ്യാപിക്കുമ്പോൾ എൻട്രോപ്പി വർദ്ധിച്ചു എന്ന് പറയും. അങ്ങനെ ഈ യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദിനം പ്രതി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ ഡിസോർഡർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒടുവിൽ പ്രപഞ്ചം തന്നെ ഒരു കംപ്ലീറ്റ് ഡിസോർഡറായി പോകും. There will be no place where there is order. തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാം നിയമമനുസരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കോണിലും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ക്രമരാഹിത്യമാണ്. അപ്രകാരമായിരിക്കെ വിവിധ ജീവരൂപങ്ങൾ ഇവിടെ എപ്രകാരം സൃഷ്ടിക്കപ്പെടുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. കാലം കഴിയുന്തോറും പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്ന് കൂടുതൽ സങ്കീർണവും പൂർണ്ണവുമായ ജൈവവ്യൂഹങ്ങൾ രൂപം കൊള്ളുന്നത് രണ്ടാം താപഗതിക നിയമത്തിന് വിരുദ്ധമാണെന്ന് തോന്നാം. എന്നാൽ ജീവനുള്ളവയിലെ ക്രമങ്ങൾ നിലനിൽക്കുന്നതിന് പിന്നിൽ പ്രകൃതിയിൽ മറ്റു ചിലതുകൂടി സംഭവിക്കുന്നുണ്ട്. രണ്ടാം നിയമത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ചില ശാസ്ത്രചിന്തകർ ആ പ്രതിഭാസത്തെ വിശദീകരിക്കുന്നു. രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് ഡിസോർഡറിൽ നിന്നും ഓർഡർ ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് ഈ ലോകം മുഴുവനും പാഴും ശൂന്യമായിരുന്നു, ഡിസോർഡറിൻ്റെ അങ്ങേ അറ്റമായിരുന്നു. ആ ഡിസോർഡറിൽ നിന്ന് എങ്ങനെ ഓർഡർ ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ആൻസർ തരുന്നത് സെക്കൻഡ് ലോയാണ്. ആ സെക്കൻഡ് ലോ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പ്രസ്താവിക്കാം:
ഡിസോർഡറിലായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കയോസിലായിരുന്ന ഒരു സിസ്റ്റത്തെ ഓർഡറിലേക്ക് കൊണ്ടുവരുവാൻ അതിൻ്റെ പിന്നിൽ മറ്റൊരു ഓർഡർ പ്രവർത്തിക്കണം എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യാനൊക്കെ ഉള്ളൂ. ഇഫ് ആൻ ഓർഡർ ഈസ് ടു ബി ഒറിജിനേറ്റഡ് ഔട്ട് ഓഫ് കയോസ് ആൻഡ് കൺഫ്യൂഷൻ അനദർ ഓർഡർ ഈസ് ടു ബി സാക്രിഫൈസ്ഡ്. അതാണ് അതിൻ്റെ തത്വം. ഇപ്പോൾ ഈ എഞ്ചിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഡെഫിനിഷൻസ് പലതാണ്. നിങ്ങൾ കെമിസ്ട്രി പഠിക്കും, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺവേർട്ട് സർട്ടൻ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി കംപ്ലീറ്റ്ലി ഇൻ ടു വർക്ക് വിത്തൗട്ട് മേക്കിംഗ് ചേഞ്ചസ് എൽസ്വെയർ. ഫിസിക്സുകാർ പറയും അത് വേറെ രീതിയിലാണ് പറയുന്നത്. ഒരു സോഴ്സിൽ നിന്നും എനർജി ഡ്രോ ചെയ്യാതെ അത് ഒരു സിങ്കിലേക്ക് നഷ്ടപ്പെടുത്താതെ ഇടയ്ക്ക് ഈ എൻജിൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ സോഴ്സിൽ കുറേ എനർജി നഷ്ടപ്പെടും. അതാണ് സാക്രിഫൈസ്. അതാണ് അതിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ അതെടുക്കുമ്പോൾ രണ്ടാമത്തെ ലോ ഇങ്ങനെ പറയാൻ കഴിയും, ഡിസോർഡറിൽ നിന്നും ഒരു ഓർഡർ ഉളവായി വരണമെങ്കിൽ മറ്റൊരു ഓർഡർ അതിൻ്റെ പിന്നിൽ സാക്രിഫൈസ് ചെയ്യണം. നമ്മുടെ സൗരയൂഥം എടുത്തു കഴിഞ്ഞാൽ സൂര്യനിൽ 42 ലക്ഷം ടൺ മാറ്ററാണ് പെർ സെക്കൻഡ് എനർജിയായിട്ട് മാറുന്നത്. അവിടെ ഒരു എനർജിയായിട്ട് മാറുമ്പോൾ അത് ഡിസോർഡറിലോട്ട് പോവുകയാണ്. ആ വലിയ ഓർഡർ ഡിസോർഡറിലോട്ട് പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ആ ഡിസോർഡറിൻ്റെ സാക്രിഫൈസാണ് ഇവിടെ സൗരയൂഥത്തെ നിലനിർത്തുന്നത്. പ്രകൃത്യ അചേതനങ്ങളായ പദാർത്ഥങ്ങളുടെ നിയമങ്ങളുടെ വെളിച്ചത്തിൽ ജീവനുള്ളവയെ വിശദീകരിക്കുക ദുഷ്കരമാണ്. പ്രപഞ്ചത്തിൻ്റെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളതും അല്ലാത്തതുമായ എണ്ണമറ്റ നിയമങ്ങളുടെ സങ്കീർണമായ ചില ഭാവഭേദങ്ങൾ നമുക്കിവിടെ ദർശിക്കാൻ കഴിയും. ജീവനെയും ജീവനുള്ളവയെയും ഭൗതികശാസ്ത്ര നിയമങ്ങളുടെ മാത്രം വെളിച്ചത്തിൽ നിർവചിക്കുക എളുപ്പമല്ല. എന്നാൽ തെർമോഡൈനാമിക്സ് മുന്നോട്ട് വയ്ക്കുന്നത് പോലെയുള്ള നിയമങ്ങളുടെ വ്യക്തമായ ഇടപെടലുകൾ ഇത്തരം ഘട്ടങ്ങളിലും നമുക്ക് ദർശിക്കുവാൻ കഴിയും. എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ലൈഫ് ഈസ് എ പ്രോസസ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനാണ്. എൻട്രോപ്പി കൂടുന്നതല്ല, എൻട്രോപ്പി കുറയുകയാണ്. കാരണം ഓർഡർ കൂടുന്നു. അത് ഗോഡ്ഫ്രീ സാർ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ കൂടുന്നത് മറ്റുള്ള ബാഹ്യ ഓർഡർ കുറയുന്നത് കൊണ്ടാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ശ്വസിക്കുന്നു, അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഓർഡർ വരുന്നു. പക്ഷേ മറ്റ് ഉള്ള ഔട്ട്സൈഡ് വേൾഡിലെ ഡിസോർഡർ കൂടുന്നത് കൊണ്ടാണ് നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ ഓർഡറും കൂടുന്നത്. പക്ഷേ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഈ തെർമോഡൈനാമിക്സ് ലോയിൽ നിന്ന് തന്നെ ഒരു എക്സെപ്ഷൻ വരുന്നത്? ജീവിതത്തിൽ ഓർഡർ കൂടുന്നു അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദ വേൾഡ് ഔട്ട്സൈഡ്. അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതെല്ലാം തന്നെ അതിൻ്റെ പിന്നിൽ സെക്കൻഡ് ലോ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഒരു മാങ്ങാണ്ടി ഏറ്റവും ഓർഡറിലാണ്. അതിൻ്റെ ആ ഓർഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സീറോ ഓർഡറിലാണെന്ന് നമുക്ക് പറഞ്ഞാൽ അത് സാക്രിഫൈസ് ചെയ്ത് ഡിസോർഡറിലോട്ട് പോകുന്നത് കൊണ്ടാണ് അത് രണ്ടായി പിളരുകയും അതില്ലാതായി രണ്ടായിട്ട് പിളർന്ന് അതിൽ നിന്ന് ഒരു ജീവൻ പുറത്തേക്ക് വരുന്നതിന് കൊടുക്കുന്ന സാക്രിഫൈസ് ആ വിത്താണ്. ആ വിത്ത് സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ ആ മാവ് കായ്ക്കില്ല. ഒരു പ്രപഞ്ചസത്യമായ എൻട്രോപ്പി അഥവാ ക്രമരാഹിത്യത്തിലേക്കുള്ള പ്രയാണം എന്ന പ്രതിഭാസം അവസാനിക്കുന്ന സാഹചര്യമാണ് മൂന്നാം നിയമം വിശദീകരിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഒരു പദാർത്ഥത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ താപനില എന്ന് കരുതപ്പെടുന്ന കേവല പൂജ്യം അഥവാ 0 ഡിഗ്രി കെൽവിൻ എന്ന അവസ്ഥയിൽ എൻട്രോപ്പി ഉണ്ടാവുകയില്ല എന്ന് കരുതപ്പെടുന്നു. എന്നാൽ അത് ഒരു പരിധിവരെ സാങ്കേതികമായ ഒരു നിഗമനം മാത്രമാണ്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അത് ഈ എൻട്രോപ്പി അറ്റ് അബ്സല്യൂട്ട് സീറോ. നമുക്ക് ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരാം. പല ടെക്നോളജി ഉപയോഗിച്ച് ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരാം. അങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ. അതിൻ്റെ ആറ്റംസ് എല്ലാം വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ. ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ ഓർഡർ പെർഫെക്റ്റ്ലി ഓർഡേർഡ് ആയിട്ട് വരും. ടെമ്പറേച്ചർ കുറച്ച് വരും. ആറ്റംസിന് അനങ്ങേണ്ട ആവശ്യമില്ല. വൈബ്രേഷൻസ് എല്ലാം നിൽക്കും.
So it is the entropy is theoretically zero in a perfect crystal at absolute zero. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ വളരെ സാങ്കേതികമായിട്ടുള്ള പല അറേഞ്ച്മെൻറ്റ്സ് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സ്റ്റേറ്റ് എത്താൻ പറ്റുള്ളൂ. പാരാമാഗ്നറ്റിക് കൂളിങ്, അത് കഴിഞ്ഞ് ലേസർ ട്രാപ്പിംഗ് ഓഫ് ആറ്റംസ്, ഇതൊക്കെ വെച്ചാണ് പലപ്പോഴും വളരെ ലോ ടെമ്പറേച്ചറിൽ അവസാനം എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ്, അപ്പോൾ അവിടെ എൻട്രോപ്പി സീറോ ആയെന്നും അല്ലെന്നും ബാധിക്കാൻ വേണമെങ്കിൽ, കാരണം ക്വാണ്ടം മെക്കാനിക്കലായിട്ട് ആറ്റംസിൻ്റെ എക്സൈറ്റഡ് ലെവൽസ് ഉണ്ട്. അപ്പം അതിന് സീറോ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ എൻട്രോപ്പി കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയെന്ന് പറയാൻ പറ്റില്ല. ദർ ഈസ് സം ഡിസോർഡർ. മഹാവിസ്ഫോടന സിദ്ധാന്തത്തെക്കുറിച്ചുള്ള കാതലായ ചില ചോദ്യങ്ങളും ഈ പശ്ചാത്തലത്തിൽ പ്രസക്തമാണ്. തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാം നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ബിഗ് ബാങ്ങിന് കാരണമായ അടിസ്ഥാന കണികകളെക്കുറിച്ച് ചിന്തിച്ചാൽ അവയുടെ അസ്തിത്വം എന്ത് എന്ന വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. ഓക്കെ, നമ്മളെല്ലാവരും ഫിസിക്സ് പറയുന്നത് ആ ബിഗ് ബാങ്ങിൻ്റെ ഒറിജിനെക്കുറിച്ച് ഫിസിക്സിനൊന്നും പറയാൻ പറ്റുകയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ തന്നെയും ആ ഇൻഫിനിറ്റ് എനർജി ഉണ്ടായിരുന്ന ബിഗ് ബാങ് എങ്ങനെ ഇത്ര ഓർഡർലി ആയി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു? ആ ഓർഡർ, ആ സീറോ എൻട്രോപ്പി അതെവിടെ നിന്ന് വന്നു? ഓക്കെ, നമ്മുടെ ഫിസിക്സിന് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റാണ് ബിഗ് ബാങ്ങിന് മുമ്പിലുള്ള സ്പേസിനെ കുറിച്ചും ടൈമിനെ കുറിച്ചും നമുക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല. ബിഗ് ബാങ്ങിൽ എങ്ങനെ എനർജി ഉണ്ടായി എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുകയില്ല. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് അതൊക്കെയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ഫിലോസഫർ എന്ന നിലയിൽ നമുക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടതാണ്. ലൈഫിൻ്റെ ഒറിജിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ലൈഫിൽ ഓർഡർ വന്നത് മറ്റുള്ള ഔട്ട്സൈഡിലെ ഡിസോർഡർ കൊണ്ടാണെന്ന്. പക്ഷേ അങ്ങനെ നമുക്ക് ഈ ബിഗ് ബാങ്ങിൻ്റെ ഓർഡറിനെ കുറിച്ച് പറയുവാൻ പറ്റുകയില്ല. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇതിനെ കഴിഞ്ഞ് പിന്നീട് ഒരു ലോയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് സീറോത്ത് ലോ. അത് താഴെ കൊടുക്കേണ്ട അല്ലാത്തതുകൊണ്ട് അതിന് മുകളിൽ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് 1 എന്ന് പറഞ്ഞ് വീണ്ടും ഇതിനെ റീനമ്പർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ സീറോ എന്ന് പേരിട്ടു. അങ്ങനെ സീറോത്ത് ലോ എന്ന് പറയുന്നത്, ഇഫ് സിസ്റ്റം എ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സിസ്റ്റം സി and system B is in equilibrium with the system C, then system A and system B are equal. അതായത് ഈ 3 സിസ്റ്റം ഉണ്ട്. അതിൽ ഓരോന്നും മറ്റൊന്നുമായിട്ട് മൂന്നാമത്തതായിട്ട് ഈക്വലാണെങ്കിൽ ഈ ആദ്യത്തെ 2 ആളുകളും ഈക്വലായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ തെർമോമീറ്റർ ഡിസൈൻ പറ്റില്ല. കാരണം തെർമോമീറ്ററിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ഈ ഇക്വിലിബ്രിയം വെച്ചിട്ടാണ്. അപ്പം ഒരു സിസ്റ്റത്തിൽ വെച്ച് കഴിഞ്ഞ് ഇക്വിലിബ്രിയത്തിൽ ഇത്ര ടെമ്പറേച്ചർ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സിസ്റ്റത്തിൽ വെക്കുമ്പം ഈ തെർമോമീറ്റർ ഒരു മൂന്നാമത്തെ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഇത് ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എ ആൻഡ് ബി ആർ ദി സെയിം ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് ഒരു അടിസ്ഥാനപരമായ ലോ കൊണ്ടുവന്നതാണ് ഈ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അങ്ങനെ ഈ ലോ ഓഫ് തെർമോഡൈനാമിക്സ് എല്ലാ സ്പിയർ ഓഫ് ആക്ടിവിറ്റിയിലും, എൻജിനീയറിങ്ങിൻ്റെ ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഇത് ഒരു വളരെയധികം അപ്ലൈഡ് നിയമങ്ങളാണ്. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞരിൽ പ്രതിഭ കൊണ്ട് മുൻനിരയിൽ ഗണിക്കപ്പെട്ടിരുന്ന മഹത് വ്യക്തിത്വമാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. തനതായ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്കും പ്രപഞ്ച വീക്ഷണത്തിനുമൊപ്പം ദൈവാസ്തിത്വത്തെ നിഷേധിച്ചിരുന്നതിനാലും അദ്ദേഹം ചർച്ചകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. പ്രപഞ്ചവിജ്ഞാനീയ സംബന്ധമായി ഒട്ടേറെ കണ്ടെത്തലുകൾ നടത്തിയ അദ്ദേഹം ബ്ലാക്ക് ഹോളുകളുടെ താപഗതിക സംബന്ധമായ ചില നിർണായക നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിരുന്നു. കോസ്മോളജി സംബന്ധമായ ഗവേഷണങ്ങളിൽ വഴിത്തിരിവുകളായി മാറിയവയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. എന്നാൽ തെർമോഡൈനാമിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ നിരീശ്വരവാദപരമായി അവതരിപ്പിക്കാനാണ് അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ അത്തരം നിലപാടുകളെ നിരവധി ശാസ്ത്രചിന്തകർ
ശക്തിയുക്തം വിമർശിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നു എനർജി മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതിൻ്റെ ഒരു വകഭേദമായിരിക്കും നത്തിങ് കംസ് ഫ്രം നത്തിങ്. സ്റ്റീവൻ ഹോക്കിങ് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഡിസൈനിൽ പറയുന്നു ദിസ് യൂണിവേഴ്സ് കെയിം ദ യൂണിവേഴ്സ് റോസ് സ്പോണ്ടേനിയസ്ലി ഔട്ട് ഓഫ് നത്തിങ്. അതിനുശേഷം സ്റ്റീവൻ ഹോക്കിങ്ങിൻ്റെ ഡോക്ടർ മുഖേന ഒരു പുസ്തകം, ലാസ്റ്റ് പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ബിഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിലും ഇതേ തന്നെ സംഗതികൾ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീവൻ ഹോക്കിൻസ് പറയുന്ന ഇതാണ്, നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടല്ലോ സ്പോണ്ടേനിയസ്ലി എറോസ് ഫ്രം ഔട്ട് ഓഫ് നത്തിങ്. സ്റ്റീവൻ ഹോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ആൻസറാണ്. അതേസമയം ചിന്തിക്കുന്ന മനുഷ്യർ, സാധാരണ ഇത് ചിന്തിക്കുന്ന മനുഷ്യർ നോക്കുമ്പോഴും തിയോളജിയൻസും ഫിലോസഫേഴ്സും മറ്റ് വിദഗ്ധന്മാരും ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതൊരു ശരിയായ ആൻസറായിട്ട് വരുന്നില്ല. ഓക്കെ, ഒന്നാമതായിട്ട് ഈ 3 വാക്കുകളാണ് സ്റ്റീവൻ ഹോക്കിങ് ഉപയോഗിക്കുന്നത്. എറോസ് സ്പോണ്ടേനിയസ്ലി. സ്പോണ്ടേനിയസ്ലി എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഇംപ്ലിക്കേഷൻ ഇതാണ്, അതിന് പ്രത്യേക ഒരു കാരണങ്ങളൊന്നുമില്ല, തന്നെ ഇറങ്ങി വന്നു. ആൻഡ് ഔട്ട് ഓഫ് നത്തിങ്, സ്പോണ്ടേനിയസ്ലി ഔട്ട് ഓഫ് നത്തിങ്. ആൻഡ് നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഒന്നുമില്ല അവിടെ. അപ്പോൾ സ്റ്റീവൻ ഹോക്കിങ് പറയുന്നതനുസരിച്ച് ഈ നത്തിങ് നത്തിങ് ഒരു സയൻറ്റിഫിക് നത്തിങ് ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, സ്റ്റീവൻ ഹോക്കിങ് പറയുന്ന ഇതാണ്, ഇതാരും സൃഷ്ടിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഭൂമിയെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നവരായിട്ട് നമ്മൾ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ഇറങ്ങി വന്നു. അതുപോലെ നത്തിങ്നെസ്, നത്തിങ്നെസ്, ഞങ്ങൾ സയൻസിൽ നത്തിങ്നെസ് ഉണ്ട്. സയൻസിൽ നത്തിങ്നെസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും തമ്മിൽ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവയ്ക്കുന്നു കഴിഞ്ഞാൽ ഉടനെ സീറോ എനർജിയായി. സീറോ എന്ന് പറഞ്ഞാൽ നത്തിങ് ആണ്, അത് നത്തിങ്നെസ് ആണ്. ഇതാണ് സ്റ്റീവൻ ഹോക്കിങ്ങിൻ്റെ പ്രധാന ആൻസർ ടു ദ ട്രഡീഷണൽ ആർഗ്യുമെൻറ്റ് ഫോർ ഗാഡ്. ട്രഡീഷണൽ ആർഗ്യുമെൻറ്റ് ഓഫ് ഗാഡ് ഈസ് ഈ യൂണിവേഴ്സ് നത്തിങ് ക്യാൻ ഫ്രം നത്തിങ്. ആൻഡ് സോ ഈ യൂണിവേഴ്സ് സംഭവിക്കണമെങ്കിൽ, സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകണം, ഒരു ക്രിയേറ്റർ ഉണ്ടാകണം. ഇവിടെ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ നിയമങ്ങളെ അധികരിച്ച് ദൈവാസ്തിത്വത്തിൻ്റെ സാങ്കത്യങ്ങളും ആവിഷ്കാരങ്ങളുമൊക്കെ അല്പമായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഇവിടെ ഉന്നയിച്ച വാദഗതികളെ ഒരു ലോജിക്കിൻ്റെ യുക്തി തർക്കശാസ്ത്രത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ആവിഷ്കരിച്ചിരിക്കുന്ന വ്യക്തിയാണ് പെൻസിൽവാനിയ സർവകലാശാലയിലെ ജോൺ സിംപാൾ. അദ്ദേഹം അവിടുത്തെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സയൻറ്റിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തെർമോഡൈനാമിക്സിൻ്റെ നിയമങ്ങളിൽ നമുക്ക് ഒരു ദൈവാസ്തിത്വത്തെ തെളിയിക്കാൻ സാധിക്കുമെന്നാണ്. ആദിയിൽ ഊർജമുണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്ന ഊർജം ഇന്ന് അവൈലബിൾ എനർജി, അൺയൂസ്ഫുൾ എനർജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതെക്കാലവും തുടരാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയല്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന് ഒരു എൻഡ് ഉണ്ട്. ഇത് 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വാദിക്കുന്നു. ഒന്ന്, ആദിയിലെ ഊർജം, പ്രപഞ്ചത്തിന് ഹേതുവായിരുന്ന ഊർജം ഇൻഫിനിറ്റ് ആകാൻ സാധിക്കുകയില്ല. ഇൻഫിനിറ്റ് ആകുമായിരുന്നെങ്കിൽ പ്രപഞ്ചത്തിന് അന്ത്യമുണ്ടാകുവാൻ സാധിക്കുമായിരുന്നില്ല. രണ്ടാമത്, ഇതുപോലെയുള്ള ഒരു ഫൈനൈറ്റ് എനർജി, ഈ ഊർജ നിയമങ്ങൾക്ക് വിധേയനായ ഒരു ആദി കാരണത്തിന് ഇതുപോലെയുള്ള ഊർജ നിയമങ്ങളെ ജനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആകയാൽ തെർമോഡൈനാമിക്സിൻ്റെ നിയമങ്ങൾക്ക് പുറത്ത് നിലനിൽക്കാൻ സാധിക്കുന്ന ഏതോ ഒരു യാഥാർത്ഥ്യത്തിന് മാത്രമേ, തെർമോഡൈനാമിക്സിൻ്റെ നിയമങ്ങൾക്ക് അതീതമായ ഒരു ആദ്യ സത്യത്തിന് മാത്രമേ തെർമോഡൈനാമിക്സിൻ്റെ നിയമങ്ങൾ ലേ ഡൗൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. തെർമോഡൈനാമിക്സിൻ്റെ നിയമങ്ങൾ ദൈവശാസ്ത്രപരമായി അതിസമ്പന്നമാണ്. അതിൻ്റെ വളരെ ഉപരിപ്ലവമായ മേഖലകൾ മാത്രമേ നമുക്കിവിടെ സ്പർശിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഭാവിയിൽ ഒട്ടേറെ ഗവേഷണങ്ങൾ നടക്കേണ്ട ഒരു മേഖലയാണ്. ഭാവിയിൽ മതശാസ്ത്ര സംവാദത്തിൻ്റെ വളരെ വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് തന്നെ തെർമോഡൈനാമിക്സിനെ കണക്കാക്കാമെന്ന് തോന്നുകയാണ്. ഭൗതികശാസ്ത്രത്തിൻ്റെ സൈദ്ധാന്തികമായ തിരിച്ചറിവുകളിൽ നിർണായകമായ സ്ഥാനമുള്ളവയാണ് തെർമോഡൈനാമിക്സ് തത്വങ്ങൾ.
ഒരേ സമയം ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും നിയന്ത്രിക്കുന്ന ഊർജത്തിൻ്റെ നിയമങ്ങളും അവ നമുക്ക് നൽകുന്ന ബോധ്യങ്ങളും മഹത്തരമാണ്. അതിസൂക്ഷ്മ തലത്തിൽ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ഊർജം എന്ന ഏക ഭൗതിക യാഥാർത്ഥ്യം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ആത്മീയ ചിന്തകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൗതികശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിലൂടെയുള്ള നമ്മുടെ പ്രയാണം തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745 901960. അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിന് മൗലികമായ ഒരു അനിശ്ചിതത്വമുണ്ട്. അൺസെർട്ടനിറ്റി, അൺപ്രഡിക്റ്റബിലിറ്റി, റാൻഡംനെസ്, ഇൻഡിറ്റർമിനസി, ഇങ്ങനെയുള്ള വലിയൊരു ഡിസോർഡറിൽ നിന്നാണ് മെല്ലെ ഓർഡർ ഉണ്ടായി വരുന്നത്. ഒരു സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിൽ കൂടുതൽ പരസ്പര ബന്ധിതമായ ഇക്വേഷനുകളാണ്. അപ്പോൾ ഒരു ഇക്വേഷനിലെ ഒരു പാരാമീറ്ററിന് ശകലം മാറ്റം സംഭവിച്ചാൽ മറ്റ് ഇക്വേഷനുകളിൽ അതിൻ്റെ തുടർച്ചയായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. Many of the process that taking place in the universe can be very difficult to predict. So even though we have the necessary theory, there is a limit for prediction. അതായത് നമ്മുടെ ഈ റിയൽ ലോകത്ത് ഒരിടത്തും നമ്മൾക്ക് ഒരു പോയിൻ്റ് കാണുവാൻ പറ്റില്ല. ഒരിടത്തും പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈനും കാണാൻ പറ്റുന്നില്ല. ഈ പ്ലെയിൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല. എല്ലാത്തിനും ഒരു റഫ്നെസ് ഉണ്ട്, കർവേച്ചറിന് ഒരു അപ്രോക്സിമേഷൻ ഉണ്ട്.